ഇരുന്നോളാം, അവിടെ ഇരുന്നു. എന്താണ് അവിടെ സീബ്ര ക്രോസിങ്ങിൽ നിർത്താൻ കാര്യം എന്തായിരുന്നു? ക്രോസ് ചെയ്യുന്ന കണ്ടുകൊണ്ട് നിർത്തിയത് സ്ഥിരം അങ്ങനെയാണോ? അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ് സീബ്ര ക്രോസിങ്. ആൾക്കാർ നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ സീബ്ര ക്രോസിങ് വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ ക്രോസ് ചെയ്യാൻ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുന്നവരുണ്ട്, ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം തന്നെ ഏകദേശം 800 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ദുഃഖകരമായ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പകുതിയോളം ആൾക്കാർ വൃദ്ധന്മാരാണെന്നുള്ളത്. അതൊരു ഏറ്റവും നമ്മളുടെ ആൾക്കാരുടെ ഡ്രൈവിംഗ് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവുകേടായിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് പ്രായമായ ആൾക്കാരാണ്. അപ്പം മോൻ അതിനകത്ത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. മോൻ്റെ പേരെന്താണ്? എവിടെയാണ് വീട്? മണക്കാല. അപ്പോൾ അങ്ങനെ ആ നടന്നു വന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നതിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് സ്വീകരിക്കണം. ഓക്കെ. ഒരു സെക്കൻഡ് നിങ്ങൾക്ക് നിർത്തി കൊടുക്കാൻ എന്താ ഇത്ര പ്രശ്നം? ആ നിരന്ന് നിൽക്കുന്നവർ എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഡ്രൈവർക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ളവരാണ് ഡ്രൈവർ ആവുന്നത്. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ് നിർത്തിക്കൂടെ, നമുക്കൊന്ന് നഷ്ടപ്പെടാനോ? 4 പേര് ഒന്നിച്ച് ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ 20 കിലോമീറ്റർ നിർത്തി കൊടുത്തെങ്കിലല്ല കൊടുത്താലും അവർ ക്രോസ് ചെയ്യല്ല. അവർക്ക് പേടിയാ, വന്ന് ഇടിച്ചിടുമെന്നുള്ള പേടിയാ. അല്ല, ജനങ്ങൾക്കെല്ലാം പേടി. ഇപ്പം ഞങ്ങൾക്ക് ക്രോസ് ചെയ്യുമ്പോഴും പേടിയാ. മനസ്സിലായില്ലേ? മാത്രമല്ല അവർക്ക് കയറാൻ പറ്റത്തില്ല, അല്ല അവർക്ക് എടുത്ത് ചാടാൻ പറ്റും. നിങ്ങൾ നിർത്തുമെന്ന് ഉറപ്പില്ല, ഞാൻ അവരെടുത്ത് ചാടുന്നത്. അവരെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഇപ്പം തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള കുറ്റമാണിത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോ ഡ്രൈവർമാർ ഇങ്ങനെ വിചാരിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുമ്പോൾ കുറേ വരുന്നത് കണ്ടല്ലോ. സ്പീഡിന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ എത്രയോ സ്പീഡിൽ വന്നോട്ടെ, അവൻ നോക്കണം. അവർ സീബ്ര ക്രോസിൽ വേണമെന്ന് നിർത്തിക്കോ. അവർ പാസ് ചെയ്തില്ലേ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിന്? ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പ്രാവശ്യം ഒരു വാണിംഗ് നമ്മളൊരു റോഡ് സേഫ്റ്റി മന്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു വാണിംഗ് മാത്രമാണ് തരുന്നത്. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ ചെക്കിങ്ങിൽ ഇത് ഞങ്ങൾ കേസ് എഴുതി ഇത് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ സീബ്ര ക്രോസിങ്ങിൽ നിർത്തിക്കൊടുത്തിരുന്നോ? അതെന്താ അങ്ങനെ നിർത്തിക്കൊടുത്തേ? അല്ല, എന്താ നിർത്താൻ കാര്യം എന്താ? അങ്ങനെയുള്ള ശീലമൊക്കെ ഉണ്ടല്ലേ? വെരി ഗുഡ്, നല്ലതാണ്. അത് കീപ്പ് ചെയ്യുക. ഇനി അത് തുടരുക. ചേട്ടൻ്റെ പേരെന്താ? സന്തോഷ്. അപ്പോൾ ഇത് റോഡ് മാസ ആചരണമാണ്. അപ്പോൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് 1 മാസം നീണ്ടുനിൽക്കുന്ന റോഡ് സേഫ്റ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സീബ്ര ക്രോസിങ്ങിൽ ക്രോസ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുമ്പോൾ ആരും തന്നെ നിർത്തി കൊടുക്കാറില്ല. അപ്പോൾ ചേട്ടനെ പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാണ്. അപ്പോൾ ഞങ്ങളിതൊരു വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്യണം. ചേട്ടൻ മാത്രമല്ല, എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു സക്സസ് ആവത്തുള്ളൂ. നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൽ ഓരോ ദിവസവും 11 മുതൽ 13, 14 ആൾക്കാർ ഒരു ദിവസം മരിക്കുന്നുണ്ട്. ഇതൊരു വലിയൊരു ഹ്യൂജ് കണക്കാണ്. ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഇത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത്, ഈവൻ വാഹനം നിർത്തി ഒരിടത്ത് പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ, ഒരു കട്ട് റോഡിൽ നിന്ന് റോഡിലേക്ക് കയറി വരുന്നത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ ആവശ്യകത അത് ജനങ്ങളിലേക്ക് കൂടുതൽ രീതിയിൽ ഇത് മെസ്സേജ് എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്തത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടന് നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് ചേട്ടന് തരികയാണ്. അപ്പോൾ ചേട്ടൻ സന്തോഷത്തോടെ ഇത് വാങ്ങണം. ഓക്കെ, ശരിയാണ്. അപ്പോൾ തുടർന്നും ഇത് ചെയ്യുക. അവിടെ കുറേ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? പെട്ടെന്ന് പിന്നെന്താ നിർത്താൻ? ഞാൻ എന്താ സോറി പറഞ്ഞാൽ തീരുന്ന കേസ് കേട്ടാണ്. നിങ്ങളൊരു അനിയൻ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്, ഒരു അത്യാവശ്യമാണ്. അനിയന് ക്രോസ് ചെയ്യാണ്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പോകണ്ടേ? അപ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് വണ്ടികൾ നിർത്താതെ പോയാലോ? അപ്പോൾ ഈ സീബ്ര ക്രോസിങ് കണ്ടാൽ തിരിച്ചറിയാനുള്ള പ്രായമുണ്ടോ? എവിടെയാണ് പഠിക്കുന്നത്? പോളിടെക്നിക്കിൽ. അത് കണ്ടാൽ അറിയുമോ? അതിന് മുമ്പിൽ 2 വരയുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എന്ത് വേണം? റോഡിൽ കൂടെ വാഹനം ഓടിച്ച് പോകുമ്പോൾ എവിടെ സീബ്ര ക്രോസിങ് കണ്ടാൽ അതിൻ്റെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മളുടെയും കൂടെ ഉത്തരവാദിത്വം. ഇപ്പോൾ നിങ്ങൾ നിർത്താത്തതിന് നമ്മൾ കേസ് എഴുതുന്നുണ്ട്. ലൈസൻസ് സസ്പെൻഷനുണ്ട്. കോടതിയാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും പിഴ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേസ് എഴുതി ലൈസൻസ് തരൂ, ഫോണിൽ കാണിച്ചാൽ മതി.
കേസ് എഴുതിക്കോ. ഇത് അറിയാതെ പറ്റിപ്പോയി. അറിയാതെ പറ്റിപ്പോയതാ. ഇനി ആവർത്തിക്കില്ല. നിങ്ങൾക്കറിയാമോ, ഈ ഒരു വർഷം 800 പേരാണ് ഇതുപോലെ റോഡ് ക്രോസ് ചെയ്ത ആൾക്കാർ മരണപ്പെട്ടത്. അതിൽ 50% വൃദ്ധന്മാർ. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ അപ്പൂപ്പനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ അബദ്ധം പറ്റാം. അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? തെറ്റ് മനസ്സിലായോ? ശ്രദ്ധിക്കുമോ? തിരുത്തുമോ? ഇനി വണ്ടി നിർത്തി കൊടുക്കുമോ? തൽക്കാലം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇതൊരു ഉപദേശം എന്നുള്ള രീതിയിൽ റോഡ് സേഫ്റ്റി മന്തുമായിട്ട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഉപദേശം, ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ തൽക്കാലം കേസ് എഴുതുന്നില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേസ് എഴുതും. ലൈസൻസ് സസ്പെൻഷനോ കേസ് കോടതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നിരത്തിൽ നമുക്ക് ചോര വീഴാൻ അനുവദിക്കാൻ പറ്റില്ല. കാൽനട യാത്രക്കാർക്കാണ് സീബ്ര ക്രോസിങ്ങിൽ മുൻഗണന. അതിനുശേഷം മാത്രമേ നമ്മളുടെ വാഹനം കടന്നു പോകാൻ പാടുള്ളൂ. മനസ്സിലായോ? ബോധ്യമായോ? ഇനി അനുസരിക്കുമോ? ശരിയാണ്. ഓക്കെ, പോട്ടെ.